ഹായ് ഹലോ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും സിൽവർ സ്ട്രോമിലേക്ക് വന്നതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. ഇത്തവണ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. മുമ്പ് നമ്മൾ ഫാമിലീസിൻ്റെ കൂടെയായിരുന്നു വന്നിരുന്നത്. അതും ഞാൻ 4ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത്. സോ ആഫ്റ്റർ എ ലോങ് ടൈം ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. ആൻഡ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഞാൻ കണ്ടത്. ആൻഡ് ഇവരൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. ഇപ്പോൾ കണ്ടത് ദിലീപേട്ടൻ, ദെൻ ഷാരോൺ, അഞ്ജു, ഉണ്ണിമായ, ജിതിൻ, അർജുൻ, അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് 7 പേര് കൂടിയിട്ടാണ് നമ്മൾ സിൽവർ സ്ട്രോമിലേക്ക് വന്നത് കേട്ടോ. ഒത്തിരി പുതിയ റൈഡ്സും പുതിയ കാര്യങ്ങളാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗോസ്റ്റിൻ്റെ ഒരു ഇതിലേക്കാണ്. ആൻഡ് അവിടെ പോകണമെങ്കിൽ നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അവിടെ ചെന്നപ്പോൾ ആണെങ്കിലും ഭയങ്കര മഴ. ഞങ്ങളൊക്കെ മഴയത്ത് നനഞ്ഞ് കുളിച്ച് ആകെ വൃത്തികേടായി. പക്ഷേ എന്നാലും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഇത്രയും പേരൊക്കെ കൂടി വരുന്നതല്ലേ. ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആ ഗോസ്റ്റുകളൊക്കെ വന്നു കേട്ടോ. പക്ഷെ ഭയങ്കര കോമഡി ആയിരുന്നു. നമ്മൾ വിചാരിച്ച് ഭയങ്കര പേടിപ്പിക്കും, അയ്യോ ടെൻഷനൊക്കെ ആയിട്ടോ ഞങ്ങൾ എല്ലാവരും കയറി പോയത്. ചെന്നപ്പോൾ ചുമ്മാ ഇരുട്ട് മാത്രമേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള ഗോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മിററായിരുന്നു ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. അതിൻ്റെ അതിനുശേഷം നമ്മൾ മേലെ കൂടെ പോകുന്നൊരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് എന്തൊക്കെ സിൽവർ സ്ട്രോമിലുണ്ട്, ഏതൊക്കെ റൈഡ്സ് ഉണ്ട്, എവിടേക്കാണ് പൂളുള്ളത് എന്നൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ ഞങ്ങൾ 4 പേര്, ജിതിനുണ്ട് അവിടെ. ജിതിനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു അവനക്ക്. സോ ഞങ്ങളെല്ലാവരും ഫുള്ള് ചുറ്റി കണ്ടു. പിന്നെ എനിക്ക് ഇവിടുത്തെ റൈഡ്സിലും കാര്യത്തിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറിയതേ ഇല്ല, പല റൈഡ്സിലും കയറിയില്ല, ഒന്നിലേ കയറിയിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ ഇപ്പോൾ വരെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അതിനുശേഷം ബോട്ടിൻ്റെ ഈ റൈഡായിരുന്നു. ഇത് ഉണ്ണി, അർജുനും പിന്നെ അഞ്ചൊക്കെ കൂടിയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. റെയിൻ സംതിങ് എന്തോ അതിലായിരുന്നു ഡാൻസ്. ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വേപ്പൂളിക്കായിരുന്നു. വേപ്പൂളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരാഗ്രഹം, ഒന്നിച്ചങ്ങ് മുങ്ങിക്കോളാം എന്ന്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് മുങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ അടുത്തത് വരുന്നത്. മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഒന്ന് മുങ്ങി നോക്കി. പിന്നെ ഒത്തിരി നേരം വേവ് പൂളിൽ തന്നെയായിരുന്നു. എനിക്ക് വേവ് പൂളായിരുന്നു കൂടുതലും കംഫർട്ടബിൾ ആയിരുന്നത്. കാരണം വേവ് പൂൾ അതുപോലെ പൂള്. കാരണം എനിക്ക് റൈഡ്സും കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. വലിയ റൈഡ്സ് കിട്ടും, കുഞ്ഞു എല്ലാ റൈഡ്സിലും ഞാൻ കയറി ട്രൈ ചെയ്തായിരുന്നു. ആൻഡ് അതുപോലത്തെ ഒരു റൈഡാണ് ഇപ്പോൾ വരുന്നത്. ഇതിൽ ഞങ്ങൾ ഇത്തിരി പേരെ കയറിയുള്ളൂ, 6 പേരെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ 6 പേര് കയറിയിട്ട് എക്സ്ട്രാ വന്ന ഒരാളാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ കേട്ടോ. ആൻഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടുത്തെ റൈഡ്സ് ആയിക്കോട്ടെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഫുഡ് ആയിക്കോട്ടെ, മാക്സിമം ഞങ്ങൾ എല്ലാത്തിലും കയറി എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ. ഞാനല്ല, അവരെപ്പോഴും പറഞ്ഞെന്നെ കളിയാക്കി, നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസയാണ്, നീ ഒന്നുപോലും മുതലാക്കിയില്ല, ഫുൾ ടൈം ഹിപ്പോപ്പൊട്ടാമസിൻ്റെ പോലെ വെള്ളത്തിൽ തന്നെ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കുഞ്ഞു എല്ലാ ഗെയിംസിലും കയറിയിട്ടുണ്ട്. അതവർ സമ്മതിച്ച് തരുന്നില്ല എനിക്ക്. എൻ്റെ അടുത്ത് ഇനി പറഞ്ഞ് ഇതുപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിന്നെ ഒരിക്കലും കൊണ്ടുപോയില്ല എന്നുള്ള കാര്യം. പിന്നെ ഞങ്ങളിതാ ഇവരെ അർജുനും ജിതിനും ഈ പറയുന്ന ഈ റൈഡ്സിലൊക്കെ കയറി വരുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. ഞാനവിടെ വെറുതെ ഇരിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങളിതുപോലെ റൈഡ്സും കാര്യങ്ങളൊക്കെ പേടിക്കുന്ന ആളാണോ, അതോ ഞാൻ മാത്രമാണോ? ആയിരിക്കില്ല, എന്തായാലും ഒരുപാട് പേർക്ക് ഉണ്ടാവും ഇതുപോലത്തെ പേടിയും കാര്യങ്ങളൊക്കെ. ഇവിടെ കാണാം ഞാൻ ചുമ്മാ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്, അതിനകത്ത് കൂടെ ആൾക്കാർ വരുന്നത് നോക്കിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനിരിക്കുകയാണ് ഞാനും അഞ്ചും ഇവിടെ. ഞാനിരുന്ന് ഇങ്ങനെ പറയും, ബ്രോ അതാണ് വടി, ആ വടി കയറി പിടിക്കുന്നു പറഞ്ഞിട്ട്. സോ അങ്ങനെയുള്ള കുറച്ച് നല്ല ഫൺ മൊമെൻറ്റ്സ് ആയിരുന്നു നമുക്കുണ്ടായത്. ഐ എം വെരി ഹാപ്പി ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഉണ്ടായതിലും. താങ്ക് യു സോ മച്ച് ഗേസ്, ഇങ്ങനെ ഒരു നല്ല മൊമെൻറ്റ്സ് എനിക്ക് ഉണ്ടാക്കി തന്നതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.